ഹലോ, കേരള രുചിയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കാത്ത. ഇതെൻ്റെ മോളുടെ ഭർത്താവിൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ്. നാടൻ മാങ്ങയാണ്, നമ്മൾ വാങ്ങിച്ചതല്ല. അപ്പോൾ നമ്മളിതുകൊണ്ട് മാമ്പഴ പുളിശ്ശേരിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പം ഇത് കഴുകി നമുക്ക് വേവിക്കാൻ വയ്ക്കാം. അപ്പം നമ്മൾ മാങ്ങയൊക്കെ കഴുകിയെടുത്തു. ഇനി നമുക്കിതിനെ ഇങ്ങനെ ഈ തോല് നമുക്ക് കളയാം. തോല് ഇടുമ്പോൾ ഇങ്ങനെ പൊളിച്ച് കളയും. കൈ കൊണ്ട് വെറുതെ പൊളിച്ച് കളയുക വേണ്ടും. ഇങ്ങനെയൊക്കെ പൊളിച്ചെടുത്തിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ കത്തിയുടെ ആവശ്യമൊന്നുമില്ല കേട്ടോ, ഇങ്ങനെ കൈ കൊണ്ട് പൊളിച്ചെടുക്കാം നമുക്ക്. അതിങ്ങനെ നീര് ചപ്പി കുടിക്കണം സൈസ് മാങ്ങയുണ്ട്. അപ്പം അല്ലാതെ നമുക്ക് അങ്ങനെ പൊളിച്ചെടുക്കുക. നമ്മൾ മാങ്ങയൊക്കെ പൊളിച്ചെടുത്തു അതുകൊണ്ടാണ്. ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, ഒരു 1/4 ടീസ്പൂണോളം മുളക് പൊടി. ഇത് എരിവുള്ള മുളക് പൊടി കേട്ടോ. അത്ര മതി. ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുക. മാങ്ങ നന്നായിട്ട് വെന്തിട്ട് ചാറിലേക്ക് നന്നായിട്ട് ഇതിൻ്റെ സത്തൊക്കെ ഇറങ്ങണം. നമുക്ക് സ്റ്റൗ കത്തിച്ചു കൊടുക്കുക. മാങ്ങ അടച്ചു കൊടുക്കുക. ഒന്ന് അടച്ചു വെച്ച് കൊടുക്കുക. അപ്പം നമ്മൾ ഇന്നലെ നെസ്റ്റോയിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു പുട്ടും കുടം മേടിച്ചു. ഇതിന് 450 രൂപയാണ് കേട്ടോ വില. പുട്ടുണ്ടാക്കിയിട്ടില്ല, അപ്പോൾ പുട്ടുണ്ടാക്കി നോക്കും നമ്മൾ. അപ്പം ഇതിൻ്റെ കൂടെ നമുക്ക് ഒരു ചില്ലും കൂടി കിട്ടിയിട്ടുണ്ട്. പിന്നെ ഒരു പിടി അത് കൂടുതലായിട്ടുണ്ട്. പിന്നെ ഇതിനോട് കൂടിയിട്ടൊരു പിടിയുണ്ട്. പിന്നെ ഇതിനകത്ത് ഒരു ചില്ലുണ്ട് കേട്ടോ. ഇതിനകത്തൊരു ചില്ലുണ്ട് കണ്ടോ. അത് കൂടാതെയാണ് നമുക്ക് ഒരു ചില്ലും കൂടി കൂടുതലുണ്ട്. ഇതിനോട് കൂടിയിട്ട് ഈ വെള്ളം ഒഴിച്ച് വെക്കുന്ന ഗൂജയില്ലേ, അതിങ്ങനെ ഗ്ലാസ് വെച്ചിട്ട് എടുക്കാൻ മാത്രം നമ്മളൊരു സ്റ്റാൻഡ് മേടിച്ചിട്ട്, അതാണിത്. സ്റ്റാൻഡ് ഇത് 350 രൂപയാണ്. അപ്പോൾ നമുക്ക് ഒരു വലിയ ഗ്ലാസ്സൊക്കെ വെച്ചിട്ട് ഇങ്ങനെ വെള്ളം എടുക്കുക, ഇങ്ങനെ വെള്ളം തിരിച്ചെടുക്കുക. അപ്പോൾ ഇതിൽ വെള്ളമില്ല, ഇങ്ങനെ വെള്ളം തിരിച്ചെടുക്കുക. അത്ര ഒരു പാത്രം വെച്ചെടുക്കുക. മറ്റേത് നിലത്ത് വെക്കുമ്പോൾ പിന്നെ ഈ ഗൂജയുടെ ഇവിടെയൊക്കെ ഇങ്ങനെ വെള്ളം തുള്ളികൾ വരും. അപ്പം നമ്മൾ അതെന്താ ചെയ്യേണ്ടതെന്ന് അറിയാണ്ടിരിക്കുകയായിരുന്നു. ഇങ്ങനെ നിലത്തൊക്കെ വെച്ചാൽ അവിടെയൊക്കെ വെള്ളം. ഇപ്പം ഗൂജയിൽ വെള്ളം ഒഴിച്ചിട്ടില്ല. ഇപ്പം ഇത് രണ്ടും നമ്മൾ നെസ്റ്റോന്ന് മേടിച്ചതാണെന്നല്ലേ. നമുക്കതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുക. കറിവേപ്പില, രണ്ട് പച്ചമുളക് കീറിയിലിട്ട് കൊടുക്കുക. ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പിട്ട് കൊടുക്കുക. ഉപ്പിട്ട് കൊടുക്കുക.
അടച്ച് വെക്കുക. അപ്പോൾ നമുക്കിനി മാങ്ങ കറിയിലേക്ക് ഒരു അരപ്പുണ്ടാക്കി എടുക്കുക. ഒരു അരമുറി തേങ്ങ കേട്ടോ, ചെറിയൊരു മുറിയുടെ പകുതി. കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ തൈരും ഒഴിച്ച് അരയ്ക്കാം. ഞാനിപ്പോൾ വെള്ളം ഒഴിച്ചിട്ടാണ് അരയ്ക്കണത്. കുറച്ച് ജീരകം ചേർക്കണം. ഇത് ജീരകത്തിൻ്റെ പൊടിയാണ്. അപ്പോൾ നമ്മൾ ഒരു 1/4 ടീസ്പൂണ് ജീരകത്തിൻ്റെ പൊടി പൊടിച്ച് വെച്ചതാണ്. നല്ല ജീരകം അരച്ചെടുക്കുക. അപ്പോൾ നമ്മളിത് അരച്ചെടുത്തിട്ടുണ്ട്. നന്നായി അരച്ചെടുക്കുക. ക്യാമറ ഓണാക്കാൻ മറന്നുപോയി. അപ്പോൾ നമ്മൾ അരച്ചത് ഇതിലേക്ക് ഒഴിച്ചു കേട്ടോ. എന്നിട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക. ഒന്ന് ഉപ്പുണ്ടോ നോക്കാം. ഉപ്പൊക്കെ ഉണ്ട്. നമുക്കത് ജാറ് കഴുകിയിട്ട് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഈ അരപ്പിൻ്റെ പച്ചമണം പോണ വരെ ഒന്ന് തിളപ്പിച്ചെടുക്കുക കേട്ടോ. ലാസ്റ്റാണ് നമുക്ക് തൈര് ഒഴിക്കാൻ പാടുള്ളൂ, അല്ലെ തൈര് പിരിഞ്ഞു പോകും ആദ്യം ഒഴിച്ചാൽ. ഇപ്പം ഈ ജീരകത്തിൻ്റെ തേങ്ങയുടെ ഒക്കെ ഒന്ന് മണം മാറണ വരെ ഒന്ന് തിളപ്പിച്ച് എടുക്കുക. തേങ്ങ അരച്ചത് ഒഴിക്കുമ്പോൾ ക്യാമറ ഓൺ ചെയ്തിട്ടുണ്ടായില്ല, അപ്പോൾ അത് കിട്ടിയിട്ടില്ല. നമുക്ക് തൈരൊന്ന്, നമ്മളത് മിൽമയുടെ തൈര് മേടിച്ചതാണ് കേട്ടോ. അപ്പോൾ നമുക്കൊന്ന് തൈരിനെ ഉടച്ചെടുക്കുക. അത് ഈ ജാറിൽ തന്നെ ഉടച്ചെടുക്കുക. കാര്യമില്ലെങ്കിൽ ചിലപ്പോൾ ഇങ്ങനെ നമ്മൾ പാക്കറ്റ് പൊട്ടിച്ചിട്ട് അങ്ങനെ ഒഴിക്കുമ്പോൾ തൈര് പിരിഞ്ഞു പോകും. പിരിഞ്ഞ മാതിരി ഇങ്ങനെ കിടക്കും. ചിലപ്പോൾ ഉടഞ്ഞിട്ടില്ലെങ്കിൽ ചില കട്ടകളൊക്കെ ഉണ്ടാവും. അപ്പോൾ നമുക്കൊന്ന് കറക്കിയെടുക്കാം. ഒന്ന് കറക്കിയെടുക്കുക വേണ്ടു. നമ്മളിപ്പോൾ അങ്ങനെ ചെയ്തെടുത്ത തൈരാണിത് കേട്ടോ. അല്ലെ പാക്കറ്റോട് കൂടി നമ്മൾ ചിലപ്പോൾ പൊട്ടിച്ചതിലൊക്കെ ഒഴിക്കുമ്പോൾ തൈര് പിരിഞ്ഞ മാതിരി കിടക്കും. ചില കട്ടയും ഇതൊക്കെ ഉണ്ടാകും. ഒന്ന് തുറന്ന് നോക്കാം. പിന്നെ മുളക് പൊടി നമ്മൾ കുറച്ചേ ഇടുള്ളൂ കേട്ടോ. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ശർക്കര ഇട്ടാൽ മതി. ചിലർക്ക് ഇത് തന്നെ മധുരം, ഇതിൽ തന്നെ മധുരം ഉണ്ട്. ഞാൻ ഒരു ലേശം ശർക്കര ഇടുന്നുണ്ട് കേട്ടോ. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇട്ടാൽ മതി. എന്താ വെച്ചാൽ മാങ്ങയിൽ മധുരം ഉണ്ടാകും. ഇവിടെ മധുരമൊക്കെ നല്ല ഇഷ്ടമാണ് കറിയിൽ. അപ്പോൾ ഞാനൊരു ലേശം ശർക്കര ഇട്ടുണ്ട്. അത് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ ഇട്ടാൽ മതി. ഇനി നമുക്കിതിലേക്ക് തൈര് ഒഴിച്ചു കൊടുക്കുക. സ്റ്റവ് ഒന്ന് വാങ്ങി വെച്ചിട്ട് തൈര് ഒഴിക്കുക. നമ്മൾ തൈര് മാത്രമല്ലേ ഒഴിക്കണുള്ളൂ. തൈര് ഒഴിച്ചു കൊടുക്കുക. അപ്പൊ നമ്മൾ കടുക് വറുക്കാനായിട്ട് ചീഞ്ചട്ടി വെച്ചിട്ടുണ്ട്. ഈ ചട്ടിയുടെ ചൂടില് ഇതിരുന്ന് നല്ല സെറ്റാവും കേട്ടോ. ചൂട് കുറവാണെങ്കിൽ നമുക്ക് അടുപ്പത്ത് വെച്ചിട്ട് തന്നെ ഒഴിച്ചിട്ട് അതിങ്ങനെ പതഞ്ഞ് വരുമ്പോൾ നമുക്ക് നിർത്താവുന്നതേ ഉള്ളൂ. പുളിശ്ശേരി നന്നായിട്ടുണ്ട്. ഇച്ചിരിയും കൂടിയും കട്ടയും കേട്ടോ. നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. കടുക് ഇട്ട് കൊടുക്കുക. കറിവേപ്പില ഇട്ട് കൊടുക്കുക. അപ്പൊ നമുക്കിത് കറിയിലേക്ക് എടുത്തൊഴിക്കുക. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക കേട്ടോ. നല്ല കട്ടിയുള്ളത് കണ്ടേ, ഇരുന്നപ്പോൾ ഒന്നും കൂടിയും കട്ടിയായി.
ഇരിക്കും തോറും ഒന്നും കൂടി കട്ടിയിൽ വരുന്നത്. ഇതാണ് നമ്മുടെ മാമ്പഴ പുളിശ്ശേരി. എല്ലാവരും ഉണ്ടാക്കി നോക്കുക. എല്ലാവരും ഉണ്ടാക്കി നോക്കുക കേട്ടോ.